എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് രാവിലെ 11 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് www.vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളുടെ റിസൾട്ട് വരാത്തതുകൊണ്ട് എന്താണ് വരാത്തത് എന്നുള്ളൊരു സംശയമുണ്ടാകും. അപ്പോൾ സാധാരണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് സാധാരണ ഒരു രാവിലെ 10 മണി അല്ലെങ്കിൽ 11 മണി ആ ഒരു ടൈമിലാണ് വരാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഒന്നും കാണാൻ നിലവിൽ പറ്റില്ല. അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വന്നാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കാണ് പോവുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുക്കാണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് സെക്ഷനും അവിടെ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്ത് മൊബൈൽ നമ്പറാണോ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി യൂസർ നെയിം. നിങ്ങൾക്കറിയാം ഹയർ സെക്കൻഡറി ആണെങ്കിൽ അതിൽ ആപ്ലിക്കേഷൻ നമ്പറാണ്, എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇവിടെ കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ കാണാൻ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അതുപോലെ തന്നെ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞുകൊണ്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അതേസമയം നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, അതുപോലെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവിടെ റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ടൈമാണ്, അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ എവിടെ കിട്ടിയാലും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇനി അതേസമയം നിങ്ങൾക്ക് ആദ്യമായിട്ടല്ല ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങളവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട്, തേർഡ് അലോട്ട്മെൻറ്റിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ നേടിയത് അവിടെ പോയിട്ട് നിങ്ങളുടെ സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടി സ്കൂളിൽ പോയിട്ട് എക്സ്ട്രാ ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതടച്ച് നിങ്ങളുടെ സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക. ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോവുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങിക്കുക, പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിലേക്ക് പോവുക, നിങ്ങൾ ആ ഒരു പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇനി നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. രണ്ടാമത്തേത് SSLC സർട്ടിഫിക്കറ്റാണ്. ഒറിജിനൽ ഇല്ലെങ്കിൽ SSLCയുടെ ആ ഒരു SSLCയുടെ റിസൾട്ടിൻ്റെ കോപ്പി മതി. അതുപോലെ തന്നെ അടുത്തത് വേണ്ടത് TC ആണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തത് ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അടുത്തത് ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ EWS റിസർവേഷൻ ഉള്ളവർ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥിയാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ട അഡ്മിഷൻ ഫീസ്, ഇത്രയുമാണ് വേണ്ടത്. ചില സ്കൂളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അതിന് പകരം നിങ്ങൾക്ക് റേഷൻ കാർഡിൻ്റെ കോപ്പി എടുത്താൽ മതി. റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ കൂടി കയ്യിലെടുക്കുക. എന്നാൽ നിങ്ങൾ റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ
പ്രത്യേകം ശ്രദ്ധിക്കണം, റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ ഒന്നും കൊണ്ടുപോയിട്ട് കൊടുക്കരുത്, അതിൻ്റെ കോപ്പിയെ കൊടുക്കാവൂ വേണമെങ്കിൽ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില സ്കൂൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടൊപ്പം നിങ്ങൾക്ക് ഫീസും കൂടി എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 16, 17 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. 17-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.